എന്താ മത്ത കുത്തിയിരിക്കുക. ഞാൻ 10-400 കോടി രൂപ ഒരു വർഷം കിട്ടിയിട്ട് അത് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോയിട്ട് ശബരിമല ക്ഷേത്രത്തിന് വരെ ക്ഷേത്രം ഉണ്ടാക്കുന്ന കുളം കുത്താനിരിക്കുക. അതുകൊണ്ട് ഇതിനെ ശക്തമായിട്ട് ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും ഇതിനെ ശക്തമായിട്ട് എതിർക്കും. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് വേണ്ട പ്രാഥമികമായ ബാത്റൂം സൗകര്യം പോലും ഒരുക്കി കൊടുക്കാൻ കഴിയാത്തവന്മാർ അമ്പലത്തിന് ചുറ്റും മൊത്തം കുളം കുത്തുക എന്ന് പറയുന്നത് ഇത് ഹിന്ദു സമൂഹത്തെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്, ആ ക്ഷേത്രത്തിന്റെ സുരക്ഷയെ തന്നെ തകർക്കുന്നതാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് ദേവസ്വം ബോർഡ് പിന്മാറും. ആരെങ്കിലും സ്പോൺസർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഉടനെ ആ കാശം മേടിച്ചിട്ട് അയാളെ കൊണ്ട് കുളം കുത്തിക്കല്ല വേണ്ടത്. അതായത് കുളം കുത്താവുന്ന വഴിപാട് വരുന്നത് ഈ പറയുന്ന സ്പോൺസർ ശബരിമലയിൽ കുളം കുത്തി കൊടുക്കാവുന്നവർ അങ്ങനെ ഇനി പരിപാടിയുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഇതുവരെയുള്ള ദേവസ്വം ബോർഡിന്റെ ലിസ്റ്റിൽ കുളം കുത്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി എന്ന് പറഞ്ഞ രസീത് എഴുതുന്നത് അത് കണ്ടിട്ടില്ല. അപ്പൊ ഒരുത്തൻ വന്നിട്ട് സ്പോൺസർ ചെയ്തു എന്നാ പറയുന്നത്. ഇവിടെ ആ സ്പോൺസർ ചെയ്യുന്നെങ്കിൽ അയാളെ കൊണ്ട് അവിടെ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ശുദ്ധജലം കൊടുക്കാനുള്ള മറ്റു സംവിധാനങ്ങൾ ആലോചിക്കുക. ഇതൊന്നും ചെയ്യാതെ ലക്ഷങ്ങളും കോടികളും മുടക്കി നടത്താൻ പോകുന്ന ഈ നിർമ്മാണ പ്രവർത്തനം വളരെ ദുരൂഹമാണ്. ഇതിനകത്ത് ഭക്തജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അയ്യപ്പ വിശ്വാസികൾക്ക് ഭയങ്കര ആശങ്കയുണ്ട്. കാരണം 1950 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ആ ക്ഷേത്രത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തരത്തിൽ, ഓരോ രൂപത്തിൽ, ഓരോ ഭാവത്തിൽ. ഇനി കുളത്തിന്റെ രൂപത്തിലാണോ വരുന്നതെന്ന് സംശയിക്കണം. അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് പിന്മാറും. അശാസ്ത്രീയമായ പലതുമാണ് അവർ ചെയ്യുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ആദ്യം വന്ന സമയത്ത് പ്രസിഡന്റ് പറഞ്ഞ 18 വീതി കൂട്ടാൻ തിരക്ക് വർദ്ധിച്ചു വന്നു. 18 വീതി കൂട്ടിയാൽ ഇത് പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ലേ എന്ന് ചോദിച്ച ആളാണ്. അപ്പൊ അത്രമാത്രം ശബരിമലയെ കുറിച്ച് കാഴ്ചപ്പാടും അറിവും ഒക്കെ ഉള്ളവരാണ് നമ്മുടെ ദേവസ്വത്തിന്റെ ഭരണത്തിലേക്ക് വരുന്നത്. എവിടെങ്കിലും കുടിയിരുത്താൻ പറ്റാത്തവനെ അല്ലെങ്കിൽ എവിടെങ്കിലും കൂടി ഇരുത്തണം എന്ന് വിചാരിക്കുന്നവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുക. ചിലപ്പോൾ ഒരിക്കൽ പോലും അതിനോട് ശബരിമല പോലും പോയിട്ടില്ലാത്ത വ്യക്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കാലത്ത് എപ്പോഴെങ്കിലും പോയിട്ടുള്ളൂ. ശബരിമലയെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവർ. ഇങ്ങനെയൊക്കെ ഉള്ളവർ വന്നിട്ടാണ് ഈ മഹാക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്, അതിന്റെ ഭരണനിർവഹണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിശ്വാസികൾക്ക് എന്തുമാത്രം വില ഈ ദേവസ്വം അല്ലെങ്കിൽ സർക്കാരും അവരെ നിയോഗിക്കുന്നവരും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്.